Good morning, friends. I am Narayan Poti here. Have a wonderful Tuesday. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുറച്ച് ഫാമിലീസ് എൻ്റെ വീട്ടിൽ വന്ന കാര്യം. അവരെ കുട്ടികൾക്ക് കുറച്ച് ബെനിഫിറ്റ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ദെൻ ദേ ആസ്ക് മീ അബൌട്ട് വിമൻസ് ഹെൽത്ത്. നമ്മുടെ എല്ലാവർക്കും വീട്ടിൽ ലേഡീസുണ്ട്, സ്ത്രീകളുണ്ട്. സ്ത്രീകളുടെ ആരോഗ്യം എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം? സ്ത്രീകളുടെ ആരോഗ്യം ഇമ്പോർട്ടൻ്റ് ആണോ? ഉറപ്പായിട്ട് ഇമ്പോർട്ടൻ്റാണ്. കാരണം എന്താ, ഒരു വീട്ടിൽ 24 മണിക്കൂറും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ലേഡീസാണ്. ആണുങ്ങൾ സാധാരണ ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, ജോലിയുടെ കാര്യങ്ങൾ നോക്കുന്നു. ലേഡീസ് അതല്ല, അവർ എല്ലാ കാര്യങ്ങളും അവർ മനസ്സിലുണ്ടാവും. കുട്ടികളുടെ പഠിത്തം, അതിനിടയ്ക്ക് ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ, പിന്നെ ഫാമിലിയുടെ ഉത്തരവാദിത്വം എല്ലാം ഇവർ ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ എവറി ആക്ഷൻ. അങ്ങനെ വരുമ്പോൾ ഇവരുടെ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ലേഡീസും ജെൻസും നോക്കുമ്പോൾ ഫിസിക്കലി ഓൾസോ ദേ ആർ മോർ കോംപ്ലിക്കേറ്റഡ്. നമ്മുടെ മാതിരിയല്ല, കുറച്ചും കൂടി ഒരു കോംപ്ലിക്കേറ്റഡ് ആണ്. അവർ പ്രസവിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് അവരുടെ ഹോർമോൺ ബാലൻസ് ചെയ്യണം, കുറേ കാര്യങ്ങളുണ്ട് അവരുടെ സിസ്റ്റത്തിൽ. അപ്പോൾ അവർക്ക് ശരിക്കും സപ്ലിമെൻറ്റേഷൻ ഡെഫിനറ്റ്ലി വിൽ ഹെൽപ്പ് എ ലോട്ട്. അതിനകത്ത് ബേസിക് സപ്ലിമെൻറ്റേഷൻ എന്താണെന്ന് വെച്ചാൽ പ്രോട്ടീൻ, മൾട്ടിവിറ്റാമിൻ ഓർ ഡെയിലി ഓർ ആൻഡ് omega-3. ഇതാണ് ബേസിക് സപ്ലിമെൻറ്റേഷൻ. ഈ ബേസിക്സ് കൊടുത്തുകൊണ്ടിരുന്നാൽ തന്നെ വലിയ പ്രശ്നം ഉണ്ടാവില്ല. അഡീഷണൽ ആയിട്ട് ലേഡീസിന് ഉറപ്പായിട്ടും കൊടുക്കേണ്ട 2-3 ഐറ്റംസ് ഉണ്ട്. അതും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. The first item is known as, I will just introduce you, this is all plant protein powder, completely from natural source. അതായത് എല്ലാ എസെൻഷ്യൽ 9 എസെൻഷ്യൽ അമിനോ ആസിഡ് ഇതിനകത്തുണ്ട്, നാച്ചുറൽ സോഴ്സിലാണ്. അതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി 90% ഇതിൻ്റെ PDCS വാല്യൂ എന്ന് പറയും, വാല്യൂ 1 ആണ്. അതായത് ഡൈജസ്റ്റബിൾ ആണ്, എത്ര പ്രായമുള്ളവർക്കും കൊടുക്കാം. ആൻഡ് നൗ ദിസ് ഈസ് നോൺ ആസ് മൾട്ടിവിറ്റാമിൻ പ്രോട്ടീൻ പൗഡർ. നിങ്ങൾ ഒരു സ്കൂപ്പ് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കഴിച്ചാൽ മതി. വളരെ പ്രായം കൂടിയതാണെങ്കിൽ ഹാഫ് സ്കൂപ്പ് എടുത്ത് 2 നേരമായിട്ട് കൊടുക്കുക. ഇത് മൾട്ടിവിറ്റാമിൻ എന്ന് പറയും. 13 വിറ്റാമിനും 13 വൈറ്റമിൻസും 11 മിനറൽസും ഇതിനകത്തുണ്ട്. ഇത് 1 ടാബ്ലറ്റ് ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ്. ആൻഡ് ദിസ് ഈസ് നോൺ ആസ് സാൽമൺ omega-3. ഇറ്റ്സ് എ ഗുഡ് ഫാറ്റ് എന്ന് പറയും. നമ്മുടെ ഹാർട്ടിന് നല്ലതാണ്, ജോയിൻസിന് നല്ലതാണ്, സ്കിന്നിന് നല്ലതാണ്. 1 ടാബ്ലറ്റ് ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് വിൽ ഡു. ഇനി ലേഡീസിന് അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് ചെറിയ അയൺ. ചെറിയ നാച്ചുറൽ അയൺ ആണ് ചെറിയ അയൺ എന്ന് പറയുന്നത്, ചെറിയ എടുത്തിരിക്കുന്നതാണ്. ഇതെന്ന് കഴിക്കുമ്പോൾ നാച്ചുറലായിട്ട് നമ്മുടെ ബ്ലഡ് കൗണ്ട് കുറവുള്ളവർക്കെല്ലാം കൺസിസ്റ്റൻ്റ് ആയിട്ട് 1 ടാബ്ലറ്റ് ഡേ പറയുന്നത്, കൺസിസ്റ്റൻ്റ് ആയിട്ട് കഴിക്കുകയാണെങ്കിൽ അവരുടെ ബ്ലഡ് കൗണ്ട് കൂടും. പല ആളുകളും ഈ ബ്ലഡ് കൗണ്ട് കുറവുള്ളവർ വേറെ ഒരു അയൺ ടാബ്ലറ്റും എഫക്റ്റീവ് ആവാതെ വരുമ്പോൾ ദേ യൂസ് ടു കം ടു us, ഓർ ഡോക്ടേഴ്സ് യൂസ് ടു സജസ്റ്റ്. ആൻഡ് ഞങ്ങൾ കൊടുക്കാറുണ്ട്, കൊടുത്ത് ഞാൻ ചോദിക്കാറുണ്ട്. ദിസ് ഈസ് നോട്ട് ആസ് കാൽഷ്യം മാഗ്നീഷ്യം. അവർക്ക് എപ്പോഴും എല്ലിൻ്റെ പ്രശ്നങ്ങൾ, ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയും. ഓസ്റ്റിയോപൊറോസിന് എന്താ, ബ്ലഡിൽ എപ്പോഴും കാൽഷ്യം വേണം. ഒരു പെർസെൻറ്റേജ് ഓഫ് കാൽഷ്യം ബ്ലഡിൽ കുറഞ്ഞു കഴിയുമ്പോൾ അത് എല്ലിന്ന് വലിച്ചെടുക്കും. ഇറ്റ് ബിക്കംസ് പോറസ്, തുള വരും അവിടെയൊക്കെ ആയിട്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പറയില്ലേ, അയ്യോ ബാത്റൂമിലൊന്ന് വീണു എല്ലൊടിഞ്ഞെന്ന് പറയില്ലേ. പണ്ടൊക്കെ ആളുകൾ പലയിടത്തും വീഴാറുണ്ട്, ഒരു എല്ലൊടിക്കാറില്ല. അല്ലെങ്കിൽ അവിടെ തെറ്റി വീണു, എല്ലൊടിഞ്ഞു. അയ്യോ കാലൊന്നും മടങ്ങി, അപ്പോഴേക്കും ഒരു എല്ലൊടിഞ്ഞു. ബിക്കോസ് ഓഫ് കാൽഷ്യം ഡെഫിഷ്യൻസി, മെയിൻലി കാൽഷ്യം. പക്ഷേ കാൽഷ്യം മാത്രമല്ല, അതിനകത്ത് കാൽഷ്യം ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, വൈറ്റമിൻ ഡി ഉണ്ട്, എല്ലാം എസെൻഷ്യലാണ്. ഓക്കെ. ആൻഡ് അനദർ അവർക്ക് വളരെ ഇഷ്ടമുള്ളൊരു പ്രോഡക്റ്റാണ് ബയോട്ടിൻ ചെറി പ്ലസ് ആണത്. അതായത് ഹെയർ, നെയിൽ ആൻഡ് സ്കിൻ. ഈ മുടി കൊഴിച്ചിലിന് നമ്മുടെ ഈ ബേസിക് പ്രോഡക്റ്റും ഇതുകൂടി കഴിച്ചാൽ മുടി കൊഴിച്ചിൽ പറയും. പിന്നെ ഈ നഖത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ഹെൽപ്പ് ചെയ്യും. സ്കിന്നിന് പ്രശ്നമുണ്ടെങ്കിൽ അത് ഹെൽപ്പ് ചെയ്യും. ഹെയർ, നെയിൽ ആൻഡ് സ്കിൻ. ദെൻ വൈറ്റമിൻ സി, നാച്ചുറൽ സി എന്നാണ് പറഞ്ഞത്, വൈറ്റമിൻ സി. ഇത് നല്ലതാണ്, വാട്ടർ സോളബിൾ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. പിന്നെ ഈ കാറ്ററാക്റ്റ് വരുന്നുണ്ട്. അതായത് സാധാരണ ഒരു പ്രായം കഴിയുമ്പോൾ നമ്മുടെ കാറ്ററാക്റ്റ് അല്ലെങ്കിൽ കണ്ണിനൊരു അസുഖം വരുന്നുണ്ട്. ഈ കാറ്ററാക്റ്റ് വരുമ്പോൾ നമ്മുടെ റെറ്റീനയ്ക്ക് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്
അല്ലെങ്കിൽ കാറ്ററാക്ട് കുറയ്ക്കാനോ അല്ലെങ്കിൽ ഐ ഹെൽത്തിന് വേണ്ടിയിട്ടൊരു പ്രോഡക്റ്റ് ഉണ്ട്. അതൊരു എക്സലൻറ്റ് പ്രോഡക്റ്റാണ്. 2 പേര് എനിക്ക് പരിചയമുള്ള 2 പേര് ഇത് കഴിച്ചിട്ട് ഒരു 3 monthsനുള്ളിൽ തന്നെ അവർക്ക് ദേ ഗോട്ട് ട്രെമൻഡസ് ഇമ്പ്രൂവ്മെൻറ്റ്. ഐ എം സർപ്രൈസ്ഡ് ആക്ച്വലി. എനിക്ക് മെഡിക്കൽ ഇതൊന്നും അത്ര അറിയില്ല. ഒരു എൻ്റെ സുഹൃത്ത് വന്നിട്ട് പറഞ്ഞു ഡബിൾ വിഷനായി പുള്ളിക്ക്. അങ്ങനെ കൊടുത്തിട്ട് ഡെസ്പറേറ്റ് ആയി. അറൗണ്ട് 62. അത് കഴിഞ്ഞിട്ട് ഹീ ടുക്ക് ദി ടാബ്ലറ്റ്സ് ഫോർ 2 months. അത് എന്നോട് പറയും സാറേ ഇപ്പോൾ നോർമലായി എന്ന് പറഞ്ഞു. ഐ വാസ് സർപ്രൈസ്ഡ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നുണ്ടത്. ഇറ്റ് ഈസ് നോൺ ആസ് ബിൽബറി വിത്ത് ല്യൂട്ടീൻ. ഇത് 2 ടാബ്ലറ്റ്സ് വെച്ചിട്ട് 2 ടാബ്ലറ്റ്സ് ഡേ വെച്ച് കഴിക്കണം. കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിന് 2 ടാബ്ലറ്റ്സ് വെച്ച് കഴിക്കണം. ഒരു 3 months കഴിക്കണം. ആദ്യം നിങ്ങൾ കണ്ണിന് വല്ല പ്രശ്നമുള്ളവരാണെങ്കിൽ യു ടേക്ക് റീഡിങ്. ഡോക്ടർ അല്ലെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല. ഡോക്ടറെ അടുത്ത് പോയിട്ട് റീഡിങ് എടുക്കുക. 3 മാസം കഴിഞ്ഞുള്ള റീഡിങ് എടുക്കുക. ഡോക്ടറോട് പറയണ്ട അത് കഴിക്കണമെന്ന് ആദ്യം പറയണ്ട. എൻ്റെ ഒരു അനദർ ജെന്റിൽമാൻ മൈ ഡിസ്ട്രിബ്യൂട്ടർ ഈസ് 71 years old. അങ്ങനെ ആലുവലത്തെ ഫേമസ് ഒരു ഒപ്റ്റാൽമോളജിസ്റ്റിനെ കണ്ടു. കണ്ണിൻ്റെ കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ എന്തോ റീഡിംഗ് ഒക്കെ എടുത്തു. ഇനിയുള്ള കാറ്ററാക്റ്റായിട്ട് ബന്ധപ്പെട്ട ഓപ്പറേഷനായിട്ട് ബന്ധപ്പെട്ടാണ്. ആൻഡ് ഹി ടുക്ക് ദിസ് ഫോർ 2 months. അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ അത്ഭുതപ്പെട്ടു. അതിൻ്റെ റീഡിങ് ഹസ് കം ഡൗൺ. അതായത് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. സോ ഈ പ്രോഡക്ട്സിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. ആരോഗ്യത്തിൻ്റെ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ്. എൻ്റെ അച്ഛൻ തന്നെ ഒരു പാഠം പഠിപ്പിച്ചിട്ടുണ്ട്. അതെനിക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്. ദാറ്റ് ഈസ് നോൺ എസ് TTPT പ്രിൻസിപ്പിൾ. എപ്പോഴും നമ്മൾ മനസ്സിൽ ഓർക്കണം TTPT പ്രിൻസിപ്പിൾ. തനിക്ക് താനും പെരയ്ക്ക് തൂണം എന്ന് വെച്ചാൽ അവനവൻ്റെ ആരോഗ്യം അവനവൻ നോക്കിക്കൊള്ളണം. ഓക്കെ, എല്ലാ ലേഡീസിനോടും ഞാൻ പറയുന്നു, പ്ലീസ് ലുക്ക് ആഫ്റ്റർ യുവർ ഹെൽത്ത് ഉണ്ടെങ്കിലേ ബാക്കി എല്ലാം കാര്യമുള്ളൂ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.